ഈ മെയ് മാസത്തിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നക്കണ്ട് കേട്ടോ. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് കേട്ടോളി. മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് കൊടുക്കേണ്ട എന്താ അറിയാം നിങ്ങൾക്ക്? 30 കിലോ അരി, 3 കിലോ ഗോതമ്പ്, 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിൽ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ മഞ്ഞക്കാർഡ് ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ നിൽക്കണ്ട. അത് അർഹതപ്പെട്ടവർക്ക് അത് കിട്ടുള്ളൂ. ഇനി അടുത്തത് BPL റേഷൻ കാർഡ് ഉള്ളവർക്ക്. ചുവപ്പ് റേഷൻ കാർഡ് ഉണ്ടല്ലോ, ഇനി ഓൾക്കുള്ള ആനുകൂല്യങ്ങളാണ് പറയാൻ പോണത്. ആളൊന്നിന് 4 കിലോ അരി, 1 കിലോ ഗോതമ്പ്. ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് 3 കിലോ കുറച്ചിട്ടേ 3 പാക്കറ്റ് ആട്ട 9 രൂപക്ക് കിട്ടും. എന്താ അല്ലേ? അതാണ് BPLക്കാർക്കുള്ളൊരു ആനുകൂല്യം. അടുത്ത വിഭാഗത്തിൽപ്പെട്ടവരാണ് നീലക്കാർഡും വെള്ളക്കാർഡും. അളവിൽ കുറവുണ്ടെങ്കിലും അവർക്ക് സബ്സിഡി ഉണ്ട്. അതായത് പറഞ്ഞു വരുന്നത്, നീല നിറമുള്ള റേഷൻ കാർഡ് ആളൊന്നിന് 2 കിലോ ഭക്ഷ്യധാന്യം ലഭിക്കും, 4 രൂപ നിരക്കില്. നീല റേഷൻ കാർഡിൽ 5 പേരുണ്ടോ, 5 പേർക്ക് 2 കിലോ വീതം അരി, 10 കിലോ ഭക്ഷ്യധാന്യം ലഭിക്കും. പിന്നെ മുൻഗണനാ വിഭാഗത്തിൽ പെടാത്തവർക്ക് സ്പെഷ്യൽ അരി ഒക്കെ ഉണ്ട്. 4 കിലോന്റെ സ്പെഷ്യൽ അരി 10.90 രൂപക്ക് 4 കിലോന്റെ സ്പെഷ്യൽ അരി വാങ്ങാൻ പറ്റും. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മണ്ണെണ്ണന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല. വീട് വൈദ്യുതീകരിച്ചതാണെങ്കിൽ 1/2 ലിറ്റർ മണ്ണെണ്ണ, വീട് വൈദ്യുതീകരിക്കാത്തതാണെങ്കിൽ 6 ലിറ്റർ മണ്ണെണ്ണ എന്ന നിരക്കിലാണ് റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്നത്. പണ്ടൊക്കെ കന്നാസൈറ്റതിന് പോയിന്റ്, അന്ന് കൈ കടിച്ചിലും ഇതൊക്കെ ഇനി മണ്ണെണ്ണ കണ്ട് പിടിച്ചിട്ടേ. ഇപ്പം ഇനിയിപ്പോൾ ആ പറച്ചിലില്ലല്ലോ. പിന്നെ ഈ ചൂടായതുകൊണ്ട് റേഷൻ കടൻ്റെ സമയം ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ 12 മണി വരെ, ഉച്ചൻ്റെ ശേഷം 4 മണി മുതൽ രാത്രി 8 മണി വരെയാണ് സമയം. മസ്റ്ററിങ് ചെയ്യാനുള്ള ഡേറ്റ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഈ മാസം ലാസ്റ്റ് ആവും എന്നുള്ളതാണ് പറച്ചിലൊക്കെ. ഏതായാലും കാർഡിൽ എത്ര അംഗങ്ങളുണ്ട് അത്രയും ആൾക്കാർ റേഷൻ കാർഡിൽ പോയിക്കാണ്ട് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. മസ്റ്ററിങ് ചെയ്യാത്താലാണെങ്കിൽ അരിയില്ല, മണ്ണെണ്ണയില്ല, ഗോതമ്പുമില്ല. ഗവൺമെൻറ്റിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലുണ്ട് മലപ്പുറം ബുഷറ, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നല്ല നല്ല തമാശകളും കാര്യങ്ങളും നാട്ടർത്താനൊക്കെ ആയിട്ടൊക്കെ നമ്മൾക്ക് ഈ ചാനലിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടി അങ്ങനെ പോവാം.